പറശ്ശിനി വാഴും മുത്തപ്പന്റെ അമ്പലമെത്താനായി ഒത്തിരി ദൂരം ഇല്ലല്ലോ നാം എത്താറായല്ലോ. വളപട്ടണമെന്നറിയും വലിയൊരു നദി കണ്ടോ മകളെ, വളരെ അടുത്താണല്ലോ ഇവിടെ മുത്തപ്പൻ ക്ഷേത്രം. ക്ഷേത്രത്തിൽ ചെന്നെത്താനുള്ള നടവഴി തൻ പടികൾ മെല്ലെ ഇറങ്ങുക മോളെ, നീ എൻ കൈ പിടിച്ചോളൂ. കല്ലിൽ തട്ടി വീഴാതങ്ങനെ പതിയെ നടന്നോളൂ. എല്ലാം അറിയും മുത്തപ്പനെ നീ മനസ്സിൽ ധ്യാനിക്കൂ. നമ്മ കൈക്കോളൻ പിന്നെ തായ് പരദേവതയും തെക്കൻ കരിയാത്തോനും പുലിയൂർ കണ്ണൻ ദൈവവും വാഴുന്നിവിടെ മോളെ, നീയും അവരെ വണങ്ങേണം. മുത്തപ്പന്റെ ദർശന പുണ്യം തേടുകയാണവരും. ആളുകളെല്ലാം കാലുകൾ കഴുകി നമസ്കരിക്കുന്നു. മോളും കാലു നനച്ചോട്ടേ ഉഴതൻ കടവത്ത്. പറശ്ശിനി തീർത്ഥമിതല്ലോ ഇവിടെ, കാലുകൾ കഴുകൂ നീ. കൈക്കുമ്പിളിലായി വെള്ളമെടുക്കൂ, സൂര്യനെ വന്ദിക്കൂ. ഗോപുരവാതിൽ കടന്നിനി നമ്മൾക്കുള്ളിൽ കയറിയിടാം. കരുണാമയനാം ശ്രീമുത്തപ്പനെ കണ്ടു വണങ്ങിടാം. നേരെ നോക്കൂ, സുന്ദരമായൊരു ശ്രീകോവിൽ കണ്ടോ. നിരവധി നെയ്വിളക്കുകളെങ്ങും തെളിഞ്ഞു നിൽക്കുന്നു. തൂക്കുവിളക്കുകൾ പ്രഭ ചൊരിയും ഈ നടയുടെ മധ്യത്തിൽ സത്യസ്വരൂപൻ മുത്തപ്പനെ നീ കൈകൂപ്പൂ മകളെ. എന്താണച്ചാ കോവിലിനുള്ളിൽ രണ്ടു ബിംബങ്ങൾ, മുത്തപ്പന്റെ കൂടെ നിൽക്കും ദൈവമതാരാണ്. മോളെ ഇവിടെ ശ്രീമുത്തപ്പനു രണ്ടു ഭാവങ്ങൾ, രണ്ടു വിഗ്രഹമാണല്ലോ ഈ ശ്രീകോവിലിനുള്ളിൽ. തിരുവപ്പൻ തിരുവെള്ളാട്ടം എന്നറിയുന്നവരിരുപേർ, വിഷ്ണുവും ശ്രീ പരമേശ്വരനും ഇവരുടെ ചൈതന്യം.
മത്സ്യാകാരത്തിരുമുടിയുള്ളതു തിരുവപ്പൻ ഭഗവാൻ. പൊയ്ക്കണ്ണും കോമ്പാലക്കാതും താടിയുമുണ്ടല്ലോ. ചെമ്മുകിലാടയണിഞ്ഞും കൈകളിലമ്പും വില്ലുമായി തൃപ്പാദത്തിൽ പൊൻചിലമ്പുമണിഞ്ഞമരുന്നു ഭവാൻ. കൂടെ നിൽക്കും തിരുവെള്ളാട്ട വിഗ്രഹത്തിൻ്റെ സ്വരൂപമൊന്നു വർണ്ണിച്ചെന്നെ കേൾപ്പിക്കൂ വച്ചാ. വെള്ളി ജടാകേശം തിരുമുടിയിൽ ചന്ദ്രക്കലയല്ലോ. തിരുനെറ്റിയതിൽ മൂന്നാം കണ്ണും മൗലിയിൽ ഗംഗയും. തിരുവെള്ളാട്ടം എന്നറിയും ഈ ശൈവ ചൈതന്യം മുത്തപ്പൻ്റെ മറ്റൊരു രൂപം കൈകൂപ്പൂ മകളേ. പറശ്ശിനി വാഴും ശ്രീമുത്തപ്പ കാത്തുകൊള്ളണേ. പരമേശ്വരനാം ശ്രീമുത്തപ്പ കാത്തുകൊള്ളണേ. മുത്തേ നിന്റെ കൊച്ചു മനസ്സിനു വെളിച്ചമേകിടും. ഉച്ചനീചത്വങ്ങൾ മാറ്റും മുത്തപ്പൻ ദൈവം. ചിത്തം നിറയെ ഭക്തിയുമായി പ്രാർത്ഥിച്ചിടുമ്പോൾ സൽഗതിയരുളും സർവവുമേകും ഭഗവാൻ മുത്തപ്പൻ. ഭഗവാനെ നാം തൊഴുതു കഴിഞ്ഞു വെളിയിൽ വന്നല്ലോ. ഇലയിൽ നൽകും പ്രസാദമിപ്പോൾ നമുക്ക് വാങ്ങേണ്ടേ. മോളെ ഇവിടെ എല്ലാവർക്കും പ്രസാദമേകുന്നു. പുഴുങ്ങിയ പയറും തേങ്ങാപ്പൂളും ഇലയിൽ നൽകുന്നു. സ്വാദു നിറഞ്ഞൊരു പ്രസാദമാണിതു കഴിച്ചിടൂ മകളെ. ഇനി ഈ പുഴയുടെ അരികിൽ അല്പം വിശ്രമിച്ചിടാം. മുത്തപ്പന്റെ പ്രസാദമുണ്ടു കഴിഞ്ഞല്ലോ നമ്മൾ. പുഴയിതു കാണാൻ എന്തൊരു ഭംഗി, ഉള്ളം കുളിരുന്നു. കൊട്ടിയൂരിൽ ശിവനെ ദർശിച്ചൊഴുകും ഈ പുഴ തൻ ഉത്ഭവസ്ഥാനം അങ്ങു കിഴക്കൻ മലനിരയാണല്ലോ. പറശ്ശിനി വാഴും മുത്തപ്പൻ്റെ തൃപ്പാദം കഴുകാൻ പ്രാർത്ഥന ചൊല്ലി വരുന്നല്ലോ ഈ വളപട്ടണം നദിയും. മുത്തപ്പന്റെ കഥ കേൾക്കാനായി കൊതിയാകുന്നച്ഛാ. മോളോടിപ്പോൾ പറയുകയില്ലേ മുത്തപ്പന്റെ കഥ. മുത്തേ നിന്നോടച്ഛൻ പറയാം മുത്തപ്പൻ്റെ കഥ. ഭക്തിയോടെ കേൾക്കുക നീതു പണ്ടു നടന്ന കഥ. മൂലകത്തിനുമധിപതിയാകും മുത്തപ്പൻ്റെ കഥ. പറശ്ശിനിയിൽ ഈ പ്രസിദ്ധമായ ക്ഷേത്രമുയർന്ന കഥ.
മട്ടന്നൂരിനടുത്തായുണ്ടൊരു സുന്ദരമാം ഗ്രാമം. എരുവേശി എന്നറിയും അവിടെ അയ്യങ്കരയില്ലം. ഇല്ലത്തുള്ളൊരു ബ്രാഹ്മണനല്ലോ നാടു ഭരിക്കുന്നു. തൃപ്പടിക്കത്തമ്പ്രാനാണാ നാടു വാഴുന്നു. വാഴുന്നോരുടെ വീട്ടുവിശേഷം അറിയാൻ കൗതുകമായി മോളോടെല്ലാം വിസ്തരിച്ചു പറഞ്ഞു തരുവച്ചാ. വാഴുന്നോരും അന്തർജനവും വളരെ നാളുകളായി ലാളിക്കാനൊരു കുഞ്ഞു ജനിക്കാതേറെ ദുഃഖിതരായി. വഴിപാടുകളും പൂജകളും അവരേറെ ചെയ്തല്ലോ. ഭഗവാൻ ശ്രീ പരമേശ്വരനെ അവരെന്നും പ്രാർത്ഥിച്ചു. ലാളിക്കാനൊരു കുഞ്ഞില്ലെങ്കിൽ ദുഃഖമാണല്ലോ. ജീവിതകാലം മുഴുവൻ പിന്നെ സങ്കടമാണല്ലോ. നേരല്ലോ നീ ചൊല്ലിയതെല്ലാം സത്യമാണല്ലോ. കുഞ്ഞുണ്ടാകാൻ ദമ്പതിമാരവർ ശിവനെ പൂജിച്ചു. പാടിക്കുറ്റി എന്നറിയും ആ അന്തർജനത്തിന് സാന്ത്വനമായി ശങ്കര ഭഗവാൻ ശ്രീ മഹാദേവൻ. കൈലാസത്തിൽ വാഴും ഭഗവാൻ ശ്രീ മഹാദേവൻ പാടിക്കുറ്റിയെ അനുഗ്രഹിച്ചു കുഞ്ഞു ജനിക്കാനായി. അന്നൊരു രാവിൽ പാടിക്കുറ്റി മയങ്ങും നേരത്ത് ശ്രീ പരമേശ്വരനരികിൽ വന്നു ദർശനവും നൽകി. ചന്ദ്രക്കലയും പുലിയുടെ തോലും നാഗഹാരവുമായി പാടിക്കുറ്റിക്കുള്ളിൽ വന്നു വിളങ്ങി മഹാദേവൻ. ശിവഭഗവാന്റെ ദർശനശേഷം എങ്ങനെയായി കഥ? ശ്രീ പരമേശ്വര ഭഗവാൻ അവരുടെ സങ്കടം തീർത്തോ. പുഞ്ചിരിയോടെ അരികിൽ വന്ന മഹേശനെ ദർശിക്കേ വേഗമുണർന്നു പാടിക്കുറ്റി പിന്നെയുറങ്ങില്ല. പതിവായെന്നും നീരാടുന്ന തിരുവഞ്ചിറ തന്നിൽ തോഴിമാരോടൊത്തുഗമിച്ചവരന്നു പുലർക്കാലം. തിരുവഞ്ചിറയിൽ സഖിമാർക്കൊപ്പം നീരാടിയ ശേഷം എന്തു ചെയ്തു പാടിക്കുറ്റി ഒന്ന് പറഞ്ഞു തരൂ. ആളിമാരോടൊന്നിച്ചങ്ങനെ താളിയും തേച്ച് നീന്തി നീരാടാൻ തുടങ്ങി പൊന്നു തമ്പ്രാട്ടി. ആ നേരത്തൊരു അത്ഭുതമവിടെ നടന്നല്ലോ മകളെ. ശ്രീമുത്തപ്പൻ ഭൂമിയിൽ വന്നവതാരം ചെയ്തല്ലോ.
കുതിരയുടെ മേലെ അപ്പോൾ ശിവഭഗവാൻ വന്നു. ശിവനിൽ നിന്നൊരു തേജോഗോളം ഉദയം ചെയ്തല്ലോ. മെല്ലെ വന്നതു പുഴയിലുയർന്നൊരു കല്ലിൽ വീണല്ലോ. ദിവ്യമാകും ആ തേജസ്സൊരു കുഞ്ഞായി തീർന്നല്ലോ. കല്ലിൻ മുകളിൽ കിടന്ന കുഞ്ഞിനെ ആരും കണ്ടില്ലേ? നീരാടാനായി വന്നവരാരും അതിനെ കണ്ടില്ലേ? തിരുവഞ്ചിറയിൽ നീരാടുന്ന അന്തർജനമപ്പോൾ കല്ലിന്മേലെ പുഞ്ചിരി തൂകും കുഞ്ഞിനെ കണ്ടു. കുഞ്ഞിൽ നിന്നൊരു ദിവ്യമായ പ്രകാശമുണരുന്നു. ചുറ്റിനുമേറെ കാട്ടുനായകൾ കാവലിരിക്കുന്നു. പാടിക്കുറ്റി കുഞ്ഞിനെ കണ്ടെന്തു ചെയ്തച്ചാ? പാവം അവരെ കാട്ടുനായ്ക്കൾ ഓടിച്ചോ അച്ഛാ? പാടിക്കുറ്റി കുഞ്ഞിനരികിൽ നീന്തി ചെന്നല്ലോ. നായകളെല്ലാം അവിടെ നിന്നും ഓടി മറഞ്ഞല്ലോ. കുഞ്ഞിനെ മെല്ലെ മാറിലെടുത്തു അന്തർജനമപ്പോൾ. ആഹ്ലാദത്തോടവിടെ നിന്നും മനയിൽ ചെന്നല്ലോ. കുഞ്ഞിനെയും കയ്യിലെടുത്തന്നില്ലത്തെത്തുമ്പോൾ തമ്പ്രാനതിനെ സ്വീകരിച്ചോ? ഒന്ന് പറഞ്ഞു തരൂ. കഥകൾ എല്ലാം അറിഞ്ഞു തമ്പ്രാൻ ആനന്ദം പൂണ്ടു. ഭഗവാനേകിയ ദിവ്യ ശിശുവിനെ സ്വീകരിച്ചല്ലോ. നാട്ടുകാരും സന്തോഷത്തിൽ പങ്കുചേർന്നല്ലോ. കുഞ്ഞിനെയൊന്നു കാണാനായവർ മത്സരിച്ചല്ലോ. മുത്തപ്പന്റെ ബാല്യകാലം എങ്ങനെയായച്ചാ? ബാലലീലകളേറെ ഭഗവാൻ കാട്ടിയോ അച്ഛാ? പാടിക്കുട്ടിക്കോ മനമകനായി വളർന്നു മുത്തപ്പൻ. ബാല്യകാലത്തേറെ കുസൃതികൾ കാട്ടി മുത്തപ്പൻ. ആചാരങ്ങൾ പാലിക്കാതെ അവിടെ ജീവിച്ചു. ചില നേരങ്ങളിൽ ധ്യാനിച്ചങ്ങനെ ഇരിക്കുമാ ബാലൻ. പിന്നെ നടന്ന കഥകൾ കേൾക്കാൻ ആഗ്രഹമായല്ലോ. ആചാരങ്ങൾ പാലിക്കാതെ എങ്ങനെ ജീവിച്ചു? സമീപമുള്ള കാടുകൾ തോറും നടന്നു ബാലനവൻ. വേടരോടും കാടരോടും ചങ്ങാത്തം കൂടി. നായാടാനായി വില്ലും ശരവും ആയുധമാക്കിയവൻ. നായ്ക്കളെയും കൂടെ കൂട്ടി കാനനയാത്രകളിൽ. പാടിക്കുറ്റിക്കങ്ങനെയെങ്കിൽ സങ്കടമായി കാണും. പാവം
പൂക്കളെയും പ്രാവുകളെയും ചുട്ടു തിന്നല്ലോ. എല്ലാ ദിനവും മദ്യപാനം ശീലമായല്ലോ. അച്ഛനും അമ്മയും അറിഞ്ഞു വളരെ ദുഃഖിതരായല്ലോ. മകനെ നേർവഴി നടത്തുവാനായി പരിശ്രമിച്ചല്ലോ. അയ്യോ കഷ്ടം തോന്നുന്നച്ഛ ഇക്കഥ കേൾക്കുമ്പോൾ. കുട്ടനിതെന്തേ ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുന്നു? വാത്സല്യത്തിൻ നിറകുടമായ അന്തർജനമെന്നും ഉണ്ണിയെയോർത്തു കണ്ണീർ വാർത്തു ദിനങ്ങൾ നീങ്ങിടവേ. അതിവേഗത്തിൽ അവനൊരു ദിവസം മനയിൽ വന്നല്ലോ. മുറിയിൽ കയറി വാതിലടച്ചു ഒന്നും മിണ്ടാതെ. എന്തേ അങ്ങനെ വാതിലടച്ചു ഉണ്ണിയാ നേരം? അച്ഛനും അമ്മയും അതു കണ്ടില്ലേ, വാതിൽ തുറന്നില്ലേ? അച്ഛനും അമ്മയും അതു കണ്ടപ്പോൾ വാതിലിൽ മുട്ടി. വാതിൽ താനെ തുറന്ന നേരമൊരത്ഭുതമുണ്ടായി. വില്ലും ശരവും കൈകളിലേന്തിയൊരു ഉഗ്രമാം രൂപം മുറിയുടെ ഉള്ളിൽ നിൽക്കുന്നല്ലോ കത്തും മിഴികളുമായി. കത്തും കണ്ണുകളോടെ അവിടെ കണ്ടൊരാരൂപം. സാക്ഷാൽ ശ്രീ മുത്തപ്പൻ തന്നെ, സംശയമില്ലല്ലോ. തീക്കനൽ പോലെ തിളങ്ങിടുന്ന മിഴികൾ ദർശിക്കേ. ഈശ്വരായെന്നറിയാതെ അവർ വിളിച്ചു പോയല്ലോ. മകന്റെ കാൽക്കൽ വീണു നമിച്ചവർ മാപ്പു ചോദിച്ചു. ഭഗവാനല്ലോ മകനെന്നവർ തിരിച്ചറിഞ്ഞല്ലോ. ഈശ്വരനല്ലോ സ്വന്തം മകനെന്നറിഞ്ഞ നിമിഷത്തിൽ എന്തു ചെയ്തവർ ഒന്നു വേഗം പറയണമെന്നച്ഛാ. ഭൂമിയിൽ വന്നവതാരം ചെയ്ത ശിവനെ ദർശിക്കേ. ഭക്തിയിലാകെ നീരാടി അവർ പ്രണാമമർപ്പിച്ചു. അവതാരത്തിൻ ലക്ഷ്യം അവരോടരുളി മുത്തപ്പൻ. അതിനായി അച്ഛനും അമ്മയോടും യാത്ര ചോദിച്ചു. യാത്ര ചൊല്ലിയ മകനോടന്നവർ എന്തു പറഞ്ഞച്ഛാ? ഭഗവാനവരെ അനുഗ്രഹിച്ചോ, ഒന്ന് പറഞ്ഞു തരൂ. പാടിക്കുട്ടി മകനോടന്നൊരു വരവും ചോദിച്ചു. ഈ പാറും ഈ കണ്ണാൽ നീ ഇനി ഒന്നും നോക്കരുതേ. പൊയ്ക്കണ്ണുകളാൽ മാത്രമേ ഇനി ലോകം കാണാവൂ.
അപേക്ഷ കൈക്കൊണ്ടല്ലോ ഭഗവാൻ മുത്തപ്പൻ. മനയിൽ നിന്നും ഭഗവാനപ്പോൾ എവിടെ പോയച്ചാ? അവതാരത്തിൻ ലക്ഷ്യം തേടി എവിടെ പോയച്ചാ? തറവാട്ടിൽ നിന്നകലേക്കപ്പോൾ നടന്നു മുത്തപ്പൻ. നിരവധി നായകൾ ഭഗവാനെന്ന് അകമ്പടി സേവിച്ചു. ഘോരവനങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ കരിയും നരിയും പുലികളുമെല്ലാം കൂടെ നടന്നല്ലോ. അതിശയമാകുന്നീ കഥ കേൾക്കെ കൗതുകമേറുന്നു. അറിയാനായി കൊതിയാകുന്നു പറയുക മോളോട്. നടന്നു നടന്ന് കുന്നത്തൂർ മല കയറി മുത്തപ്പൻ. അവിടെ കാണും പനകളിലേറി മധുപാനം ചെയ്തു. ചന്ദൻ എന്നൊരു വേടൻ ചെത്തും പനകളിലും കയറി. നിത്യവും അങ്ങനെ മധുനുകരുന്നതു ശീലമായി മാറി. മുത്തപ്പൻ മധുപാനം ചെയ്തതു ചന്ദനറിഞ്ഞില്ലേ? സത്യത്തിൽ ഈ കഥ ഇങ്ങനെയായി ഒന്ന് പറഞ്ഞു തരൂ. സ്വന്തം പനയിൽ കള്ളു കുറഞ്ഞതറിഞ്ഞ നേരത്ത് അനുജനെയല്ലോ സംശയിച്ചു മൂത്തോരാൻ ചന്ദൻ. ജ്യേഷ്ഠൻ തൻ്റെ പനയിൽ കയറി കള്ളു കവർന്നതായി അനുജനും അപ്പോൾ സംശയമായവർ തമ്മിൽ കലഹിച്ചു. വാസ്തവമറിയാതെന്തിനു വെറുതെ വഴക്കു കൂടുന്നു? ഭഗവാൻ കാട്ടിയ ലീലയാണതു സംശയമില്ലല്ലോ. മധുപൻ പനയുടെ അരികിൽ ചന്ദൻ ഒളിച്ചിരുന്നല്ലോ. പതിവായെന്നും ശ്രീമുത്തപ്പൻ പന തൻ മുകളേറി. മധുനുകരുന്നതു കണ്ട നേരം ചന്ദൻ കോപിച്ചു. മുത്തപ്പൻ്റെ നേരെ അവനൊരു ശരവും എയ്തല്ലോ. ചന്ദൻ വലിയൊരു മണ്ടൻ തന്നെ സംശയമില്ലല്ലോ. ഭഗവാനെതിരെ ശരം തൊടുത്തിട്ടെങ്ങിനെയായി കഥ? വിശ്വരൂപം ധരിച്ചുവല്ലോ ഭഗവാൻ മുത്തപ്പൻ. താഴെ നിൽക്കും ചന്ദനു നേരെ നോട്ടം പായിച്ചു. ഭഗവാൻ നോക്കിയ നേരം അവനൊരു ശിലയായി തീർന്നല്ലോ. പനയിലിരുന്നു മധുനുകരുന്നതു തുടർന്നു മുത്തപ്പൻ. പാവം ചന്ദൻ ശിലയായി തീർന്നതറിഞ്ഞില്ലേ ആരും? വേഗം പറയൂ, വീട്ടിലുള്ളവരന്വേഷിച്ചില്ലേ?
സന്ധ്യ കഴിഞ്ഞും ചന്ദൻ വീട്ടിൽ വരാതിരുന്നപ്പോൾ ഭാര്യയ്ക്കേറെ ഭയമായി അവൾ തേടി നടന്നല്ലോ. കാടിനടുവിൽ മധുപൻ പനയുടെ അരികത്തെത്തിയവൾ കല്ലായി മാറിയ കാന്തനെ കണ്ടന്തം വിട്ടല്ലോ. കല്ലായി മാറിയ കാന്തനെ അപ്പോൾ അവിടെ കണ്ടപ്പോൾ സങ്കടത്തോടവളാ നേരം കരഞ്ഞു കാണില്ലേ. മലദൈവങ്ങളെ വിളിച്ചു കൊണ്ടവൾ നിലവിളിയായല്ലോ. അപ്പോൾ അവളാ പനയിലിരിക്കും മുത്തപ്പനെ കണ്ടു. കാര്യമെല്ലാം മനസ്സിലായി നീലിക്കാ നേരം ഭർത്താവിൻ്റെ പിഴകൾ കന്നവൾ മാപ്പു ചോദിച്ചു. ചന്ദൻ ചെയ്ത അപരാധങ്ങൾ ക്ഷമിച്ചോ മുത്തപ്പൻ? അവനെ വീണ്ടും ജീവിപ്പിച്ചോ ഒന്ന് പറഞ്ഞു തരൂ. ചന്ദനു ജീവൻ തിരിച്ചു നൽകി ഭഗവാൻ മുത്തപ്പൻ. സന്തോഷത്തോടിരുവരുമുടനെ ഭഗവാനെ തൊഴുതു. കള്ള്, മത്സ്യം, മാംസം, ധാന്യം എന്നിവ ഓരോന്നായി ഭഗവാനന്നവർ നേദിച്ചല്ലോ നിറഞ്ഞ മനസ്സോടെ. മുത്തപ്പന്റെ മായാലീലകൾ ഓരോന്നായി കേൾക്കേ ചിത്തം നിറയെ ആനന്ദത്തിൻ പൂത്തിരി കത്തുന്നു. എന്നും അവരീ നൈവേദ്യങ്ങൾ ഭഗവാനർപ്പിച്ചു. കുന്നത്തൂരിൽ ഏറെ കാലം വാണു മുത്തപ്പൻ. പാവങ്ങളുടെ രക്ഷകനായി പരിപാലകനായി അത്ഭുതലീലകളേറെ കാട്ടിയ ശരണനായകനായി. കാരുണ്യവാനല്ലോ മുത്തപ്പദേവൻ, സംശയമില്ലല്ലോ. കാര്യങ്ങളെല്ലാം എങ്ങനെയായി പിന്നെ കേൾക്കുവാൻ മോഹമായി. മുത്തപ്പദേവന്റെ അത്ഭുതലീലകൾ എല്ലാവരും അറിഞ്ഞു. കുന്നത്തൂർപ്പാടിയിൽ മുത്തപ്പദേവനെ ഏവരും ആരാധിച്ചു. പിന്നെയും യാത്ര തുടർന്നല്ലോ മുത്തപ്പൻ കുന്നത്തൂരിൽ നിന്നും. പോകുവാൻ നേരം വില്ലുകുലച്ചൊരു അമ്പു തൊടുത്തു വിട്ടു. എങ്ങോട്ടാണ് ആ അമ്പു തൊടുത്തതു മുത്തപ്പദേവനപ്പോൾ? അത്ഭുതമായ ഭഗവാന്റെ ജീവിതം എങ്ങനെയായി പിന്നെ? കുന്നത്തൂരിൽ നിന്നും പോകുവാൻ നേരം ഭഗവാൻ അയച്ച ശരം വേഗതയോടെ ദൂരേക്കങ്ങനെ മിന്നി മറഞ്ഞുവല്ലോ. യാത്ര തുടർന്നു പുരളിമല തന്നിൽ എത്തി മുത്തപ്പൻ. അവിടെയും പാവങ്ങൾക്കാശ്രിതനായി ആരാധ്യദേവനായി.
പുരളിമല തന്നിൽ എത്തിയ മുത്തപ്പൻ എന്താണു ചെയ്തതച്ചാ അവിടെ നടന്ന കഥകൾ അറിയുവാൻ ആഗ്രഹമായി എനിക്ക്. മോളെ അന്നൊരു വൃദ്ധനാം താപസൻ പുരളിമല തന്നിൽ ശ്രീ പരമേശനെ ദർശിക്കുവാനായി തപസ്സനുഷ്ഠിച്ചിരുന്നു. താപസനാത്മസുകൃതം പകരുവാൻ മുത്തപ്പൻ മുന്നിലെത്തി. വിശ്വരൂപത്തിൽ ദർശനമേകിയ വൃദ്ധനാം താപസന് ശ്രീ പരമേശ്വര ദർശനം നേടിയ താപസൻ ധന്യനല്ലോ. മുത്തപ്പ ദേവനും താപസനും പിന്നീട് എന്താണു ചെയ്തതച്ചാ താപസനു മുന്നിൽ പിന്നീട് മുത്തപ്പൻ താണ്ഡവ നൃത്തമാടി. ആനന്ദമോടെ ആ താപസനും കൂടെ നൃത്തമാടാൻ തുടങ്ങി. പുരളിമലയിൽ എങ്ങും നിറഞ്ഞൊരാ നൃത്തം തീർന്നിടവേ വൃദ്ധനെ തൻ്റെ ചാരത്തിരുത്തി ഭഗവാൻ മുത്തപ്പൻ. അരികത്തിരുന്നൊരാ താപസനോടപ്പോൾ എന്തു പറഞ്ഞു ദേവൻ അറിയുവാൻ മോഹമായി മോൾക്കതു വേഗം പറഞ്ഞു തരണമച്ചാ. മുത്തപ്പൻ തൻ്റെ അവതാര ലക്ഷ്യങ്ങൾ താപസനോടു ചൊല്ലി. ഭൂതകാലത്തു നടന്ന വിശേഷങ്ങളെല്ലാം വെളിപ്പെടുത്തി. ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി. ദേഹിയും ദേഹവും പോലെ അവർ പിന്നെ ഏക ചൈതന്യമായി. ഏക ചൈതന്യമായി തീർന്ന ഇരുവരും എന്താണു ചെയ്തതച്ചാ ഏറെ നാളങ്ങനെ ഒന്നിച്ചു വാണോ ഒന്ന് പറഞ്ഞു തരൂ. മുത്തപ്പൻ അങ്ങനെ തിരുവപ്പൻ എന്ന വലിയ മുത്തപ്പനായി. താപസനല്ലോ തിരുവെള്ളാട്ടം എന്ന ചെറിയ മുത്തപ്പനായി. ഇരുവരും അന്ന് പുരളിമലയിൽ പാവങ്ങൾക്കാശ്രിതരായി ഏക ചൈതന്യമായി നിത്യം പ്രകാശിച്ചു ലോക സംരക്ഷകരായി. പുരളിമലയിൽ നടന്ന കഥകൾ ഇനിയും പറഞ്ഞിടണം. മുത്തപ്പ ദേവൻ അവിടെ കാട്ടിയ അത്ഭുതങ്ങൾ പറയൂ. അവിടെ നടന്നൊരു അത്ഭുതമാർന്ന കഥ ഞാൻ പറഞ്ഞു തരാം. അന്നൊരിക്കൽ ഒരു കീഴ്ജാതിക്കാരന മുത്തപ്പ ഭക്തനൊരാൾ പുരളിമലയിൽ ഭഗവാനെ പൂജിച്ചു തിരികെ മടങ്ങിടുമ്പോൾ വഴിയിൽ കണ്ടൊരു അരയാൽ തറയിൽ കയറി കിടന്നുവല്ലോ. അരയാൽ തറയിൽ കയറി കിടന്നൊരാ മുത്തപ്പ ഭക്തനെന്ന് അവിടെ കിടന്നുറങ്ങിയോ അച്ഛാ ഒന്ന് പറഞ്ഞു തരൂ. ക്ഷീണം മൂലം ആ വൃദ്ധൻ വേഗം ഉറങ്ങിയല്ലോ മകളെ. അപ്പോൾ അതുവഴി നാടുവാഴി ഒരു പല്ലക്കിലെത്തിയല്ലോ. അരയാലിനെ തൊട്ട ശുദ്ധി വരുത്തിയ വൃദ്ധനെ കണ്ട നേരം നാടുവാഴുന്നൊര തമ്പുരാനപ്പോൾ കോപിഷ്ഠനായി ജ്വലിച്ചു. പാവമാ വൃദ്ധനെ തമ്പുരാനപ്പോൾ എന്താണു ചെയ്തതച്ചാ അരയാൽ തറയിൽ കിടന്നതിനത്ര കോപിച്ചിടേണ്ടതുണ്ടോ. വെട്ടിത്തിളങ്ങുന്ന വാളിനാൽ രാജാവ് വൃദ്ധന്റെ തലയറുത്തു. ഇക്കാര്യം വേഗമറിഞ്ഞു മുത്തപ്പൻ അവിടെ പ്രത്യക്ഷനായി. ദുഷ്ടനായുള്ളൊരാ നാടുവാഴുന്നോരെ വേഗം നിഗ്രഹിച്ചു. വംശപരമ്പരയില്ലാതെയാക്കിയ നാടിനെ രക്ഷ ചെയ്തു. മുത്തപ്പൻ ചെയ്തതു നല്ല കാര്യം തന്നെ, സംശയിക്കേണ്ടതില്ല. പുരളിമലയിൽ കഴിഞ്ഞു മുത്തപ്പൻ പിന്നീടുള്ള കാലം. ഭക്തജനത്തിന്റെ ഭക്തിവിശ്വാസങ്ങൾ കൂടിക്കൂടി വന്നു. തന്നെ ഭജിച്ചവർക്കെല്ലാം ഭഗവാൻ അനുഗ്രഹമേകിയല്ലോ. കുന്നത്തൂരിൽ നിന്നയച്ച ശരത്തിന്റെ സ്ഥാനം കണ്ടു ദേവൻ. നിത്യസങ്കേതമായി വാഴുവാൻ അങ്ങോട്ട് യാത്ര തിരിച്ചുവല്ലോ.
സ്ഥലമേതായിരുന്നു ഒന്ന് പറഞ്ഞു തരൂ. ഭഗവാനയച്ചൊര അമ്പു തറച്ചത് എങ്ങായിരുന്നു അച്ഛാ? പറച്ചിങ്ങക്കടവെന്ന ഈ സ്ഥലമാണത് മോളെ, അറിയുക നീ. കാടും മലയും കടന്നു ഭഗവാൻ എത്തിച്ചേർന്നിവിടെ. അന്നൊരിക്കൽ ഒരു വണ്ണാനിവിടെ ഈ വളപട്ടണം നദിയിൽ മീൻ പിടിക്കാനായി ചൂണ്ടയിടുമ്പോൾ ഒരത്ഭുതം കണ്ടുവല്ലോ. എന്താണ് അത്ഭുതം? വേഗം പറയുക, കേൾക്കുവാൻ മോഹമായി. ചൂണ്ടയിടുമ്പോൾ ആ വണ്ണാൻ കണ്ടത് എന്തായിരുന്നു അച്ഛാ? പുഴവക്കിലുള്ളൊരു കാഞ്ഞിരക്കുറ്റിയിൽ അസ്ത്രം തറഞ്ഞിരിപ്പൂ. ഉജ്ജ്വലമായൊരു തേജസ് അതിൽ നിന്നെങ്ങും പരന്നിടുന്നു. ലോഹത്തിൽ നിർമ്മിച്ച അമ്പിനെ ഒന്നു തൊടാനായി ചെന്നു വണ്ണാൻ. തേജപ്രസരണം മൂലം അതിനടുത്തെത്തുവാനായതില്ല. എന്തു ചെയ്തച്ചാ വണ്ണാനപ്പോൾ? വേഗം പറഞ്ഞു തരൂ. ആകെയൊന്നു പേടിച്ചു കാണും, സംശയമില്ലല്ലോ. ഓടിക്കിതച്ചെന്നടുത്തുള്ള തീയ കുടുംബത്തിലെത്തി വണ്ണാൻ. ആ കുടുംബത്തിലെ കാരണവരോടി കാര്യങ്ങൾ ചൊല്ലിയല്ലോ. വണ്ണാനോടൊപ്പം കാരണവർ ആ കാഞ്ഞിരച്ചോട്ടിലെത്തി. തേജസ്സൊഴുകുമ ദിവ്യശരം കണ്ടത്ഭുത ചിത്തനായി. മുത്തപ്പദേവന്റെ അമ്പാണതെന്നവർ അപ്പോൾ തിരിച്ചറിഞ്ഞു. സത്യത്തിൽ ഈ കഥ കേൾക്കുമ്പോൾ എന്നിൽ ഭക്തി നിറഞ്ഞിടുന്നു. ദിവ്യതയുള്ളൊരാസ്ത്രത്തിൽ മുത്തപ്പ ചൈതന്യമാണെന്ന് ഉള്ളിൽ തെളിഞ്ഞല്ലോ കാരണവർക്കന്നു സത്യം മനസ്സിലായി. പുഴയിൽ കുളിച്ചുടനീറനോടെ വന്ന അമ്പിനെ പൂജിച്ചു. വണ്ണാനേകിയ മത്സ്യവും കള്ളും ആദ്യം നിവേദിച്ചു. കാഞ്ഞിരക്കുറ്റിയിൽ മുത്തപ്പദേവന്റെ അമ്പിനെ കണ്ട കഥ നാട്ടുകാരും അറിഞ്ഞില്ലേ അച്ഛാ? ഒന്ന് പറഞ്ഞു തരൂ. ഇക്കാര്യമെങ്ങും അറിഞ്ഞല്ലോ നാട്ടുകാർ വേഗം അവിടെയെത്തി. ശക്തി നിറഞ്ഞൊരാ ദിവ്യശരം കണ്ടു കൈകൂപ്പി നിന്നുപോയി. കാഞ്ഞിരം നിന്ന സ്ഥലത്തു തന്നെ ഈ ശ്രീകോവിലും പണിതു. ആഘോഷമോടെ ആ ദിവ്യശരം അന്നിവിടെ പ്രതിഷ്ഠ ചെയ്തു. മുത്തപ്പദേവന്റെ മാഹാത്മ്യം കേൾക്കവേ അത്ഭുതമേറിടുന്നു. ചിത്തത്തിനുള്ളിൽ ഒരാനന്ദ നിർവൃതി തത്തിക്കളിച്ചിടുന്നു. പറച്ചിങ്ങക്കടവെന്ന നാമം പിന്നെ പറശ്ശിനിക്കടവായി. മുത്തപ്പദേവന്റെ ശക്തിയാൽ പിന്നീടെങ്ങും പ്രസിദ്ധമായി. നാൾതോറും ഭക്തജനത്തിൻ പ്രവാഹം കൂടി വരുന്നിവിടെ. നൊന്തു വിളിച്ചെന്നാൽ അന്തികെ എത്തുന്ന ബന്ധുവല്ലോ ഭഗവാൻ. നോക്കൂ, മുത്തപ്പദേവന്റെ അമ്പലത്തിനരികിൽ ഓടി നടക്കുന്ന നായ്ക്കളെ കാണുമ്പോൾ പേടിയുണർത്തിടുന്നു. മോളെ, ഈ നായകൾ മുത്തപ്പദേവന്റെ കൂട്ടുകാരാണല്ലോ. ക്ഷേത്രത്തിനുള്ളിൽ ഇവയെ എന്നും തീറ്റിപ്പോറ്റിയിടുന്നു. ഒട്ടും ഭയക്കേണ്ട കാര്യമില്ലല്ലോ, ഉപദ്രവിക്കില്ല നിന്നെ. ദൃഷ്ടിയിൽ ഏറെ നികൃഷ്ടരെയും ദൈവം സ്നേഹിച്ചിടുന്നു മോളെ. നോക്കണമച്ചാ, കോവിലിൻ മുന്നിൽ ആരോ തുള്ളുന്നു. ആരണതച്ചാ ചൊല്ലുക വേഗം, മുത്തപ്പ വേഷമാണോ? നേരല്ലോ മോളെ, മുത്തപ്പ വേഷം കെട്ടിയാടുന്നുവല്ലോ. സത്യസ്വരൂപന മുത്തപ്പദേവനെ ധ്യാനിച്ചു കൈവണങ്ങൂ. മുത്തപ്പദേവന്റെ ദിവ്യശരം പണ്ടാദ്യം കണ്ടതിനാൽ വണ്ണാൻ കുടുംബത്തിനല്ലോ ഇതിന് എന്നും അവകാശം.
മുത്തപ്പദേവന്റെ ഇഷ്ട വഴിപാട് അതെന്തൊക്കെയാണച്ഛാ ഓരോന്നായി മോൾക്കു പറഞ്ഞു തരണം കേൾക്കുവാൻ മോഹമായി. തിരുവപ്പനയും കരിങ്കലശവും ഊട്ടും വെള്ളാട്ടവും പൈങ്കുറ്റി വെള്ളാട്ടം പൈങ്കുറ്റി പിന്നെ വിവാഹവും ചോറൂണും മാലവിളക്ക് തുലാഭാരം എന്നിവ മുഖ്യ വഴിപാടുകൾ മുത്തപ്പദേവനെ തൃപ്തിപ്പെടുത്തുന്ന ഇഷ്ട വഴിപാടുകൾ. പൂജ കഴിക്കുന്ന പൂജാരി കോവിലിനുള്ളിൽ കയറിടുന്നു നമ്മൾ പറഞ്ഞ വഴിപാടും ഇപ്പോൾ നടയിൽ നടത്തിടുമോ? മുത്തപ്പദേവന്റെ പൂജാരിക്കൊരു പ്രത്യേക പേരല്ലോ മടയൻ എന്നു വിളിച്ചിടുന്നല്ലോ പൂജാരിയെ ഇവിടെ. കുന്നും മേലെന്ന തറവാട്ടിലുള്ള മൂത്ത കാരണവർ മടയ സ്ഥാനം വഹിച്ചിടുന്നല്ലോ പറശ്ശിനി സന്നിധിയിൽ. മുത്തപ്പദേവന്റെ ഇഷ്ട നിവേദ്യങ്ങൾ എന്തൊക്കെയെന്നു ചൊല്ലൂ. എന്തൊക്കെയാണെന്നറിയുവാനായി എനിക്ക് ആഗ്രഹമുണ്ടല്ലോ. വെച്ചരിങ്ങാട് എന്നൊരു പേരിലറിയും നിവേദ്യമല്ലോ മുത്തപ്പദേവനു ഭക്തിയോടെന്നും സമർപ്പിച്ചിടുന്നിവിടെ. ഭക്തജനങ്ങൾക്കായി നിത്യവും അന്നദാനവുമുണ്ടിവിടെ. മോളെ നമുക്കും മഠപ്പുരയിൽ നിന്നൂണു കഴിച്ചിടേണം. അച്ഛാ ഇവിടെ ഉത്സവമെന്നാണെന്നു പറഞ്ഞു തരൂ. എത്ര ദിനങ്ങൾ ഉത്സവമുണ്ട് പറശ്ശിനി സന്നിധിയിൽ? നിത്യോത്സവമുള്ള ക്ഷേത്രമാണല്ലോ പറശ്ശിനി സന്നിധാനം. വൃശ്ചികമാസം 16 തിരുവുത്സവം ഇവിടെ. കാണുവാനേറെ കാഴ്ചകളുണ്ടേ ഉത്സവ നാളുകളിൽ. കോൽക്കളി കാവടി പഞ്ചവാദ്യം പിന്നെ താലപ്പൊലിയുമുണ്ടേ. മാസത്തിലല്ലാതെ പിന്നെയും എനിക്കാ ഉത്സവത്തിന്റെ വിശേഷം പറഞ്ഞു തരൂ. തുലാമാസം 9-ാം നാളിലിവിടെ പുത്തരി ഉത്സവമായി. മുത്തപ്പനെന്ന് പുത്തരി സദ്യ നൽകുന്നു ഭക്തജനം. ഭക്തജനത്തിന് മുത്തപ്പനും അന്ന് സദ്യ കൊടുത്തിടുന്നു. അന്നദാന പ്രഭുവല്ലോ മഹാദേവരൂപന മുത്തപ്പൻ. വേറെയുമേറെ വിശേഷങ്ങൾ എന്താണ് മുത്തപ്പ സന്നിധിയിൽ? വേഗം പറയണം, മോൾക്കതു കേൾക്കുവാൻ മോഹമായല്ലോ അച്ഛാ. തുലാമാസ സംക്രമ നാളിലെ ഉത്സവം ഏറെ പ്രധാനമല്ലോ. ഭക്തിയോടെ അന്നതാഘോഷിക്കുന്നു മുത്തപ്പ സന്നിധിയിൽ. മീനമാസത്തിലെ കൂട്ടക്കളിയാട്ടം ഏറെ വിശേഷമല്ലോ. ഉത്സവമിങ്ങനെ ഏറെയുണ്ടല്ലോ പറശ്ശിനി സന്നിധിയിൽ. മുത്തപ്പദേവ ചരിതങ്ങൾ കേൾക്കവേ ചിത്തം കുളിർന്നിടുന്നു. ഭക്തി നിറയുന്നു, സത്യമറിയുന്നു, ആനന്ദമേറിടുന്നു. മോളെ നീ മുത്തപ്പദേവനെ വീണ്ടും ധ്യാനിച്ചു കൈവണങ്ങൂ. നേരം ഇരുട്ടാൻ തുടങ്ങിയല്ലോ, ഇനി വീട്ടിൽ തിരിച്ചു പോകാം. നേരിൻ പൊരുളായ മുത്തപ്പദേവനെ ചിത്തത്തിലോർത്തിടുമ്പോൾ ദൂരെയകന്നിടും ദുഃഖങ്ങളൊക്കെയും ജീവിതം ധന്യമാകും.